വേടൻ്റെ പട്ടിക്ക് ഇട്ടിരിക്കുന്ന പേര് പോലും ബുദ്ധൻ എന്നാണ്. എന്തുകൊണ്ടാണ് ബുദ്ധൻ എന്ന പേരിട്ടത്? പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് എന്നിട്ടില്ല? അങ്ങനെ എന്റെ പൊന്നു ചേട്ടാ, എന്തിനാണ് വെറുതെ സമൂഹത്തിനിടയിൽ വർഗീയ വശം കാറി തുപ്പാൻ നിൽക്കുന്നത്? എത്ര വീടുകളിൽ സ്വന്തം പട്ടിക്ക് ടിപ്പു എന്നും ഹൈദറൊക്കെ എന്ന് പേരിട്ട എത്ര വീടുകളുണ്ട്. തൻ്റെ പട്ടി ധീരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഹൈദർ എന്നും ടിപ്പു എന്നൊക്കെ പേരിട്ട ഒരുപാട് പട്ടികളുണ്ട്. അപ്പോൾ വേടൻ തൻ്റെ പട്ടിക്ക് അത്തരത്തിലൊരു പേരിട്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, സ്വയിഷ്ടം, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം പേരിട്ടു. അതിനങ്ങട്ട് വളച്ചൊടിച്ച് ഇങ്ങനെ വർഗീയ വശം കാറി തുപ്പാൻ നിൽക്കണേ എന്തിനാണെന്ന് അതിൻ്റെ ഒരു ലക്ഷ്യം മനസ്സിലാവുന്നില്ല. പിന്നെ ഈ പട്ടി എന്നുള്ളത് അത്ര മോശപ്പെട്ട, വളരെയധികം സമൂഹത്തിനിടയിൽ നിരുത്സാഹപ്പെടുത്തുന്ന, നിസാരവൽക്കരിക്കപ്പെടുന്ന ഒരു മൃഗമൊന്നുമല്ല. സത്യം പറഞ്ഞാൽ റിയാലിറ്റിയിൽ മൃഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വന്തം യജമാനന്റെ മുമ്പിൽ വാലാട്ടി സ്നേഹം കാണിക്കുന്ന ഒറ്റ മൃഗമേ ഉള്ളൂ, അത് നായയാണ്. ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, നായയിൽ ഉണ്ടാവേണ്ട 10ഓളം ഗുണങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവണമെന്ന് ഒരു പണ്ഡിതൻ പഠിപ്പിച്ച ഒരു 10 കാര്യങ്ങൾ മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്കി. നായയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 10ഓളം കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പഠിപ്പിച്ചത്. 1, നായക്ക് വിശന്നാൽ അത് ഭക്ഷണം കിട്ടുന്നത് വരെ അതിജീവിച്ചു കൊണ്ടേയിരിക്കും. അതൊരു സത്യവിശ്വാസിയുടെ ആചാരത്തിൽപ്പെട്ടതാണ്. 2, നായയുടെ ജീവിതം ഒന്ന് വാച്ച് ചെയ്താൽ, ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനൊരു സ്ഥിരതാമസമില്ല. ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നാളെ കിടന്നുറങ്ങുക മറ്റൊരു സ്ഥലത്തായിരിക്കും. അത് സ്നേഹിതന്മാരുടെ അടയാളമാണ്. 3, നായി രാത്രി അല്പനേരമേ ഉറങ്ങുകയുള്ളൂ, അതായത് ആവശ്യത്തിന് മാത്രമേ ഉറങ്ങുകയുള്ളൂ. അത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 4, നായ മരണപ്പെട്ടാൽ അനന്തരാവകാശമായിട്ട് അതൊന്നും ബാക്കി വെക്കുകയില്ല. ഇത് ത്യാഗികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 5, ഒരു നായയുടെ ചങ്ങാതിമാരോ സുഹൃത്തുക്കളോ അതിനെ ആട്ടി ഓടിച്ചാൽ 1-2 ദിവസങ്ങൾക്ക് ശേഷം, അതല്ലെങ്കിൽ അല്പനിമിഷത്തിന് ശേഷം തന്നെ ആ നായി അവനിലേക്ക് തന്നെ തിരിച്ചു വരും. ഇത് സ്നേഹിതന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 6, ഒരു നായ്ക്ക് ഏത് ചെറിയ സ്ഥലത്തും ഏത് നിസാരമായ സ്ഥലത്തും ജീവിക്കാനും താമസിക്കാനും കഴിയും. അത് വിനീതരുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. 7, ഒരു നായ ഒരിക്കലും മറ്റൊരാളുടെ സ്ഥലമോ വാസസ്ഥലമോ അതിക്രമിച്ച് കൈയടക്കാൻ ശ്രമിക്കാറില്ല. അതിൻ്റെ സ്ഥലം തന്നെ മറ്റാരെങ്കിലും കൈയടക്കാൻ ശ്രമിച്ചാൽ അത് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നായ താമസം മാറ്റും. ഇത് വിനീതരുടെ അടയാളങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. 8, ഒരു നായയെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞാലോ ആട്ടി ഓടിച്ചാലോ അതിനുശേഷം വീണ്ടും വിളിച്ചാൽ അത് തിരികെ തന്നെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ തിരിച്ചു വരും. ഇത് ഭക്തരുടെ ശീലമാണ്. 9, ഒരു നായയുടെ മുമ്പിൽ അല്പം ഭക്ഷണം വിളമ്പപ്പെട്ടാൽ അത്യാർത്തിയോടെ അതിലേക്ക് അടുക്കുന്നതിന് പകരം അല്പനേരം ദൂരത്ത് നിന്ന് അതിനെ വാച്ച് ചെയ്ത് നിരീക്ഷിച്ചതിന് ശേഷമേ ആ ഭക്ഷണത്തിലേക്ക് നായ അടുക്കാറുള്ളൂ. ഇത് പാവപ്പെട്ടവരുടെ മിസ്കീന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 10, ഒരു നായ ഒരു സ്ഥലം ഉപേക്ഷിച്ചു പോകുമ്പോൾ അതിൻ്റെ മറ്റു ആവശ്യ വസ്തുക്കളോ സാധനങ്ങളോ തേടി അലഞ്ഞ് അതെല്ലാം കണ്ടുപിടിച്ചിട്ടല്ല മറ്റൊരു സ്ഥലത്തിലേക്ക് ചേഞ്ച് ആവാറുള്ളത്. അത് വിശുദ്ധരുടെ അടയാളമാണ്. അപ്പോൾ വേടൻ സ്വന്തം നായിക്ക് ബുദ്ധൻ എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വയ ഇഷ്ടപ്രകാരം അദ്ദേഹം നൽകിയ പേര്. അതിനങ്ങട്ട് സമൂഹത്തിനിടയിൽ വന്നിങ്ങനെ വിളമ്പി വളച്ചൊടിച്ച് വർഗീയ വിഷം തുപ്പാൻ നോക്കരുത് എൻ്റെ പൊന്നു ചേട്ടായി.